അമ്പോ അടിപൊളി ട്വിസ്റ്റ് വരാൻ പോവാണ് മക്കളെ. ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ എന്താ ട്വിസ്റ്റ്? കണ്ടസ്റ്റൻസിന്റെ കൂടെ ഫസ്റ്റ് ഡേ തന്നെ ഗ്രാൻഡ് ലോഞ്ചിന്റെ അന്ന് ഫാമിലിയെ കൂടി അകത്തോട്ട് കയറ്റിവിടാൻ പോവാണോ? ഇതൊരു സൂപ്പർ സംഭവം ആയിരിക്കും. ആദ്യത്തെ ദിവസം നടക്കാൻ പോകുന്ന ടാസ്കിനെ കുറിച്ചാണ് ഒരു ഐഡിയ കിട്ടിയിരിക്കുന്നത്. എന്താണെന്ന് അറിയണ്ടേ? പറയാം. ഇത് തീപ്പൊരി പാറും, ശരിക്കും പണി പാളും, മൊത്തം പണി കിട്ടും. 7ന്റെ പണി തന്നെയാണിത്. എന്താണെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യം കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. അപ്പൊ ആദ്യം തന്നെ പറയാം, എൻ്റെ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ട് മൈൽ സ്റ്റോൺ മേക്കേഴ്സിൽ. അപ്പൊ നിങ്ങൾ എല്ലാവരും അത് കാണണം. ബിഗ് ബോസിനെ സംബന്ധിച്ചിട്ടുള്ള ഇന്റർവ്യൂ ആണ്. കുറേ കാര്യങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ബിഗ് ബോസിനകത്ത് നടക്കേണ്ട കാര്യങ്ങളും എൻ്റെ പേഴ്സണൽ ലൈഫും ഒക്കെ അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോയിലൊന്നും പറയാത്ത കുറേ കാര്യങ്ങൾ പേഴ്സണൽ ആയിട്ടുള്ള. അപ്പം അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിരിക്കാം. നിങ്ങൾ എല്ലാവരും കാണണം അത്. എന്നിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻസും കമന്റ് ചെയ്യണം. ഇനി നമ്മുടെ അപ്ഡേറ്റിലേക്ക് വരാം. ഞാൻ അറിയുന്ന ഒരു കാര്യം പറയുവാണ്. ബിഗ് ബോസ് വീട്ടിൽ ഡേ 1-ൽ കണ്ടസ്റ്റൻസിന്റെ ഫാമിലിയിൽ നിന്നും ഒരാളോ ഫ്രണ്ട്സിൽ നിന്നും ഒരാളോ കയറാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഓക്കെ, അതൊരു ടാസ്ക് ബേസ് ചെയ്തായിരിക്കാം എന്നാണ് അറിയുന്നത്. നമുക്ക് നോക്കാം അല്ലേ? നമുക്ക് നോക്കാം. ഒന്നും നമുക്ക് പൂർണ്ണമായി 100% എഴുതാൻ പറ്റില്ല. കാരണം ഇത് ബിഗ് ബോസ് ആണ്. ഏത് നിമിഷം വേണമെങ്കിലും അവരുടെ ടാസ്ക് മാറാം, അവരുടെ റൂള് മാറാം, സോ ടോട്ടലി മാറാം. എന്തായിരുന്നാലും ഈ പറയുന്ന പോലെ കണ്ടസ്റ്റൻസിന്റെ എന്താ പറയുക, ഫാമിലി മെമ്പറോ അല്ലെങ്കിൽ ഒരു ഫ്രണ്ടോ ഈ പറയുന്ന പോലെ വീടിനകത്ത് കയറി എന്തോ ഒരു ടാസ്കിന്റെ ഭാഗമായിട്ട് എന്തോ ഒരു സംഭവം ഉണ്ട്. അത്രയാണ് ഇപ്പൊ അറിയുന്നത്. പിന്നെ കോസ്റ്റ്യൂം ബേസ് ചെയ്തും ഈ പറഞ്ഞതുപോലെ ഒരു ടാസ്ക് അവിടെ നടക്കുമെന്നാണ് അറിയാൻ പറ്റിയത്. നമ്മൾ ഇട്ടുകൊണ്ട് പോകുന്ന കോസ്റ്റ്യൂമിൽ തന്നെ അവിടെ നിൽക്കേണ്ടി വരുമോ? ഡ്രസ്സ് വേണമെങ്കിൽ പോലും നമുക്ക് ടാസ്ക് വരും എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമോ? ഞാൻ കൂടുതൽ പറയുന്നില്ല. കാരണം നമ്മൾ കൂടുതൽ ടാസ്കിനെ കുറിച്ച് സംസാരിച്ചാലേ മീൻസ് അത് എടുത്ത് കംപ്ലീറ്റ്ലി ചേഞ്ച് ആക്കും. നിന്റെയൊക്കെ വീഡിയോ കണ്ടിട്ട് ചേഞ്ച് ആക്കുമോ എന്ന് കുറേ പേര് ഇപ്പോൾ കമന്റ് ചെയ്യുമായിരിക്കും. നമുക്കൊന്നും പറയാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞു നിർത്തുന്നത്. ഡ്രസ്സിന്റെ പേരിൽ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, ഡ്രസ്സിന്റെ പേരിൽ ഒരു ടാസ്ക് ഉണ്ടാവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഫസ്റ്റ് ഡേ കണ്ടസ്റ്റന്റിന്റെ ആരെങ്കിലും ഫ്രണ്ട്സ് ഓർ ഫാമിലി ആരെങ്കിലും ഒരാൾ അകത്ത് കയറി എന്തോ ഒരു ടാസ്ക് ബേസ് ഒരു സംഭവം നടക്കാൻ സാധ്യതയുണ്ട്. ഇനി ഈ പറഞ്ഞതുപോലെ സ്റ്റേജിൽ വെച്ചിട്ട് ചിലപ്പോൾ കണ്ടസ്റ്റൻസിന്റെ ഫാമിലി ഇന്ററാക്ട് ചെയ്യാനുള്ള അത് ഞാൻ അസംഷൻ പറയുകയാണ്, ഒരു അസംഷൻ എനിക്ക് തോന്നുന്നു. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ. നമുക്ക് നോക്കാം. ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ, നമുക്ക് നോക്കാമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പോൾ ഇന്റർവ്യൂ മറക്കാതെ കാണണം. ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം വിശേഷമായിട്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.